സുരേഷ് ഗോപി ഈ വീടിൻ്റെ ഐശ്വര്യം എന്നൊരു ബോർഡ് വെക്കണം എന്നാണ് പറയാനുള്ളത്. ആരോടാ എന്തെന്നൊക്കെ പറയാം. അതിന് മുമ്പ് പിണറായി വിജയൻ്റെ പേരും ഇതുപോലെ വേറെ സ്ഥലത്ത് കുറേ വീടുകളുടെ മുമ്പിൽ വെക്കേണ്ട അവസ്ഥ വരുമോ വരില്ലേ എന്ന് പറയാറായിട്ടില്ല. എന്നാൽ ഞാനിപ്പോൾ ഈ പറയുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ പുള്ളു സ്വദേശിയായ കൊച്ചുവേലായുധൻ ചേട്ടനാണ്. അദ്ദേഹം കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി നടത്തുന്ന കലിംഗ് സംവാദത്തിൽ പോയി അവിടെ ഒരപേക്ഷ കൊടുത്തു. മന്ത്രിയാകട്ടെ ഇത് തൻ്റെ അധികാരപരിധി പെടുന്നതല്ല, അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞു. ഇനി ഇവിടെ ഈ പറയുന്നത് കേട്ടാൽ നിങ്ങൾക്കൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ആ പറഞ്ഞ് വേണ്ട പോലെ ആയോ എന്നൊക്കെ. സുരേഷ് ഗോപിയുടെ കൂടെ ആ സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന വിദഗ്ധന്മാരും പ്രഗത്ഭന്മാരുമായ BJP പ്രവർത്തകരോ നേതാക്കളോ ആരാവട്ടെ, അവർ നിസ്സാരക്കാരാവില്ല. അവരാരെങ്കിലും മുഖത്ത് അയ്യേ സുരേഷ് ഏട്ടാ എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂടുന്നത് എന്നുള്ളൊരു ഭാവം ഒരു ചോദ്യത്തിൻ്റെ രൂപത്തിൽ കണ്ടു നിങ്ങൾ ഒരു മുഖം ചുളിയിലുണ്ടായോ? വളരെ സ്വാഭാവികമായ ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ കൊച്ചുവേലായുധൻ ചേട്ടൻ്റെ മുഖമോ അതിപ്പോൾ ആരും നോക്കാനാ, അദ്ദേഹത്തിൻ്റെ മുഖമോ മാറിയോ? എന്തായിരിക്കും ഈ കൊച്ചുവേലായുധൻ ചേട്ടൻ ഈ കേന്ദ്രമന്ത്രിയെ പോയി കാണാനിടയായ അതിൻ്റെ പിന്നിലുള്ള കാര്യം? അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുകളിലേക്ക് തെങ്ങ് വീണു. ഈ മനുഷ്യൻ പരിക്ക് കൂടാണ്ട് രക്ഷപ്പെട്ടു. മുഖം മാത്രമായിരുന്നു പുറത്തേക്കുണ്ടായിരുന്നു. ദേഹത്തൊക്കെ പരിക്കുണ്ട്. വേറെ ആർക്കൊക്കെ മക്കൾക്കോ ആർക്കൊക്കെ ഒരു മകളുണ്ട് അവിടെ. എന്തായാലും ജീവാപായമില്ലാതെ അവർ രക്ഷപ്പെട്ടു. പിന്നീട് അവർ മാസങ്ങളോളം താമസിച്ചൊരു തൊഴുത്തിലാണ്, അവരെ തൊഴുത്ത് ഒരു വീടിൻ്റെ പോലെ ആക്കി. ഈ സാഹചര്യത്തിലാണ് അദ്ദേഹം അവിടെ തൻ്റെ ഒരാവശ്യം ഉന്നയിച്ചുകൊണ്ട് പോയത്. നടക്കില്ല കണ്ടപ്പോൾ കൊച്ചുവേലായുധൻ എന്നാൽ ശരി താങ്കൾക്ക് വയ്യെങ്കിൽ സാരില്ല, കുഴപ്പമില്ല, ഞാൻ വേറെ വഴി നോക്കിക്കോളാം എന്ന് പറഞ്ഞ് പോന്നു. ഇത് മുനിസിപ്പാലിറ്റിക്കാരറിഞ്ഞു. ചേർപ്പ് ഏരിയ കമ്മിറ്റി ഇടപെട്ടു, ആദ്യം നിറക്കല്ലിട്ടു. അത് കഴിഞ്ഞ് പിന്നെ കെട്ടിപ്പൊക്കി 5-6 മാസം ഒരു 100 സ്ക്വയർ ഫീറ്റ് 8-10 ലക്ഷം ചിലവ് ചടുപിട്ടുന്നതിന്. ഇതിപ്പോൾ കേന്ദ്രമന്ത്രി സമ്മതിച്ചു നോക്കുക. അതിൻ്റെ ചിട്ടവട്ടങ്ങളും നൂലാമാലകളും കഴിഞ്ഞിട്ട് ഈ തൊഴുത്തുനിന്ന് ഇവർക്ക് ഇതിലേക്ക് കയറി കൂടാൻ ഇപ്പം ഒന്നും യോഗം ഉണ്ടായിക്കൊള്ളുന്നില്ല. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെയാണ് അതിൻ്റെ രീതി. ഇത് കേന്ദ്രമന്ത്രി ചെയ്യാതിരുന്നതാണ് കൊച്ചുവേലായുധൻ ചേട്ടന് ഉപകാരമായത്. അപ്പോൾ ആരുടെ പേര് അവിടെ എഴുതേണ്ടത്? ഉപകാരം ചെയ്ത ആളുടെ പേരിനാണ് എഴുതുന്നത്. സുരേഷ് ഗോപി ഈ വീടിൻ്റെ അഹങ്കാരമല്ല, അഭിമാനം അല്ലെങ്കിൽ ഐശ്വര്യം അങ്ങനെ എഴുതണം. BJPയുടെ ലൈനിലാണല്ലോ കോൺഗ്രസ്സുകാരെന്താ പറഞ്ഞത്? കർണാടകയിലെ യലഹങ്കയിൽ വീടുകളൊക്കെ തകർക്കപ്പെട്ടു. നമ്മുടെ നാട്ടിൽ സായിപ്പ് നിന്ന് പ്രസംഗിക്കണം ഞാൻ കണ്ടു. അവർക്കൊക്കെ വേണ്ട സ്ഥലത്ത് അവരെ വെച്ച് കുടിയിരുത്തിയിട്ടാണ് അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്ത് കൊടുത്തിട്ടാണ് വീട് പൊളിച്ചത്. ഇവിടുന്ന് മൂപ്പര് കണ്ടു, എന്ത് കണ്ടിട്ടാണ് പറഞ്ഞെന്നറിയില്ല. അങ്ങനെ ആകോട്ടെ, എന്തോ പറഞ്ഞോട്ടെ. നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ അവിടെ പോകും, CPMകാർ നമ്മുടെ ഈ പറഞ്ഞ കർണാടകയിൽ വല്ല ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. ഇലക്ഷനാണ് വരാൻ പോണത്. അവരെ പറഞ്ഞയക്കണോ, ഇവിടുന്ന് പിണറായി പ്രസംഗിക്കണോ? എന്താ കാര്യം? 3 മാസം കഴിഞ്ഞ ഇലക്ഷനാണ്. ഈ ഇലക്ഷന് വിജയിക്കുക എങ്ങനെ വിജയിക്കും? ഈ പറഞ്ഞ കുടിയൊഴിക്കപ്പെട്ട ആൾക്കാർക്കൊക്കെ ഇവിടെ വോട്ടുണ്ടോ? എന്താ അറിയില്ല. അതിനാണ് എന്നാണ് സമീർ അഹമ്മദ് ആണെന്നല്ല പറഞ്ഞത്, അത് എന്താ പറയുക, ശിവകുമാർ മുഖ്യമന്ത്രി. ഇദ്ദേഹം ഒരു മന്ത്രിയാണ്, ന്യൂനപക്ഷ വകുപ്പുണ്ട്, പിന്നെ ഹൗസിങ്ങിൻ്റെ മന്ത്രിയാണ്. വീട് പൊളിക്കുമ്പോൾ മൂപ്പര് ശ്രദ്ധിക്കേണ്ട ആളാണ്. മൂപ്പര് പറയുന്നത് അറിയാം, പിണറായി വിജയൻ വലിയ വർത്തമാനം പറയണ്ട, പറ്റുമെങ്കിൽ ഇവിടെ വീടുണ്ടാക്കി കൊടുക്കുക. വീടുണ്ടാക്കി കൊടുത്താൽ മാത്രം പറയാൻ ചിലവും അവർ ജീവിത ചിലവും വഹിക്കണം, എന്നിട്ട് വേണം പറയാൻ. അപ്പം അങ്ങനെ അഥവാ നമ്മുടെ പിണറായി വിജയൻ ഇങ്ങനെ സ്നേഹം മൂത്തിട്ട് വോട്ടുമുണ്ട്, ഇവിടെ വോട്ടുമുണ്ട്. ഈ വോട്ടിൻ്റെ സമയത്ത് ഇത് ചെയ്താൽ ഗുണം കിട്ടുന്നുള്ള ഏത് രീതിയിലോ ചെയ്താൽ അവിടെ എഴുതി വയ്ക്കേണ്ട പേര് വേറൊന്നുമല്ല, പിണറായി വിജയൻ്റെ പേരാണ്. ബിട്ടാസിനോട് ചോദ്യം ചോദിച്ചു, നമ്മുടെ ഏതൊരു ഇംഗ്ലീഷ് ചാനലാണ്. അവരോട് അദ്ദേഹം പറഞ്ഞു, ഈ പരിസരത്ത് അതായത് ഇലക്ഷൻ്റെ സമയത്തല്ലേ ഈ പരിപാടി വെച്ചപ്പോൾ ഞങ്ങൾ മണിപ്പൂരിൽ പോയി, അവിടെ പോയി, ഇവിടെ പോയി, പലതും പോയി, അന്നൊന്നും ഇലക്ഷനില്ല എന്ന് പറയണ്ടായി. എന്തായാലും ഇവർ പറയുന്നത് ഇലക്ഷനെ ചൊല്ലിയുള്ള ഒരാവേശമാണ്, ഇലക്ഷനിൽ വോട്ട് കിട്ടാനാണ് ഈ കർണാടകയിൽ പോണത്. ശരി, അങ്ങനെയാണെങ്കിൽ അങ്ങനെ. എന്തായാലും വേണ്ടില്ല, ഈ ഉപകാര സ്മരണ കൊച്ചുവേലായുധൻ കാണിക്കണം. വലിയ അക്ഷരത്തിൽ സുരേഷ് ഗോപിയുടെ പേര് അഭിമാനമാണ്, അല്ല ഐശ്വര്യമാണ് എന്ന രീതിയിൽ എഴുതിയിരിക്കുകയും വേണം.